ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കുറുമയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ക്യാരറ്റ് ഡൈസ്ഡ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ബീൻസ്, 1 പൊട്ടറ്റോ കട്ട് ചെയ്തത്, 1 കോളിഫ്ലവർ, 4 പച്ചമുളക് കീറിയത്, ഏകദേശം 1 കപ്പ് ഗ്രീൻ പീസ്. ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിവിടെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. കുറുമയുടെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 തേങ്ങ എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, 2 ചെറിയ പീസ് ഇഞ്ചി, 1 ടൊമാറ്റോ കട്ട് ചെയ്തത്, 20-25 കാഷ്നട്ട് വെള്ളത്തിൽ കുതിർത്തത്, 3 ടേബിൾ സ്പൂൺ കശകശ വെള്ളത്തിൽ കുതിർത്തത്, 2 പീസ് പട്ട, 5 പീസ് ഗ്രാമ്പൂ, 5-6 ഏലക്ക, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. വെജിറ്റബിൾസ് ഒക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അരച്ചു വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ച് ഇതുപോലെ ഒന്ന് തിളയ്ക്കുമ്പോഴേക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മല്ലിയില വിതറാം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വെജിറ്റബിൾ കുറുമ ഇവിടെ തയ്യാറായി. ഇത് ചപ്പാത്തിയുടെയും നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുറുമയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.